ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഡേ 8 ആണ്. അതായത് ചൂസിങ് ദ റൈറ്റ് ബിസിനസ് മോഡൽ ഫോർ ഹോം ബേസ്ഡ് ഓൺപ്രനേഴ്സ്. നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതൊക്കെ ടൈപ്പ് ബിസിനസ്സാണ് അല്ലെങ്കിൽ ബിസിനസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോഡൽ ദാറ്റ് മാച്ചസ് യുവർ സ്ട്രെങ്ത്സ്. അതായത് നിങ്ങൾക്ക് കുക്കിംഗ് നല്ലതാണെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്കിൾസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കുക്കിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ സ്ട്രെങ്ത്ത് നോക്കിയിട്ട്. ഇപ്പോൾ നിങ്ങൾ കുക്കിങ്ങിനാണ് നല്ലത്, എന്നിട്ട് നിങ്ങളിപ്പം ഒരു ബേസിക് ഒന്നുമില്ലാതെ നിങ്ങളിപ്പം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ബൊട്ടീക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ബിസിനസ്സിന് ഫസ്റ്റ് തന്നെ ഓരോ പ്രോബ്ലംസ്, നമ്മളിപ്പം കസ്റ്റമേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ട് പോകുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ഒത്തിരി വരും. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്കത് പഠിച്ചിട്ട് ചെയ്യാം നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സ്ട്രെങ്ത് അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ തുടങ്ങേണ്ട ബിസിനസ് യു ഷുഡ് ബി ട്രൂലി പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. അതായത് നമുക്കത് ഇഷ്ടം വേണം. അതായത് നിങ്ങൾക്കിപ്പം ബേക്കിംഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ജസ്റ്റ് കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ചിലപ്പം ഈ കേക്ക് ഉണ്ടാക്കാനും ബേക്കിങ്ങും ഒന്നും ചിലപ്പം ഇഷ്ടമുണ്ടാകത്തില്ല. അതായത് ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി സെല്ല് ചെയ്യുന്ന ആൾക്ക് അതുപോലെ അല്ല ഇപ്പോൾ ഒരു ബേക്ക് ചെയ്ത് കേക്ക് ഉണ്ടാക്കുന്ന ആൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ എഫേർട്ടല്ല, അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് രീതിയുണ്ട്. പക്ഷേ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒത്തിരി ടൈം എടുത്ത് അതിൻ്റെ ആ ഒരു മിക്സും കാര്യങ്ങളും എടുത്ത് അതുപോലെ തന്നെ ഓവനിലത് ബേക്ക് ചെയ്യാൻ വെച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്നതാണ്. സോ നമുക്കിഷ്ടമല്ലാത്ത ജോലി നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ടത് ഒരിക്കലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഐഡിയൽ കസ്റ്റമറിനെ പറ്റി, നമ്മുടെ ഐഡിയൽ കസ്റ്റമേഴ്സ് ആരാന്ന് നമ്മൾ അറിയണം. അതായത് നമ്മളിപ്പോൾ ഒരു ട്രെൻഡി കോളേജ് ഗോയിങ് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ജ്വല്ലറിയാണ് അല്ലെങ്കിൽ ഫങ്കി ഒരു ഇയറിങ്സ് ആണ് നമ്മൾ സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് എങ്ങനെയാണ് വരുന്നത്, 18 to 20 അല്ലെങ്കിൽ 25 ആ റേഞ്ചാണോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് വേണം നമ്മൾ സെല് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോം സ്പേസ് നോക്കിയിട്ട് വേണം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നമ്മൾ സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ജ്വല്ലറിക്കാണെങ്കിൽ നമുക്ക് വളരെ ചെറിയൊരു സെറ്റപ്പ് മതി. ഇപ്പം നമുക്കൊരു ചെറിയൊരു ഷെൽഫുണ്ട് അല്ലെങ്കിൽ ഒരു കബോർഡുണ്ട്, നമുക്ക് അതിനകത്ത് ഒരു 1000 കൂടുതൽ പ്രൊഡക്ട്സ് നമുക്ക് വെക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾ ബീൻ ബാഗാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു കബോർഡ് അല്ലെങ്കിൽ ഒരു ഷെൽഫിനകത്ത് നമുക്ക് 2-3 എണ്ണം മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ വീട്ടിലെ സ്പേസും കൂടെ അന്വേഷിച്ച് അല്ലെങ്കിൽ അതും അറിഞ്ഞിട്ട് വേണം നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബാഗാന്ന് വെച്ചോ, ഹാൻഡ് ബാഗ്, അതിന് മൂലം അത്യാവശ്യം നല്ല സ്പേസ് വേണ്ടി വരും നമുക്ക് അത് സേഫായിട്ട് സൂക്ഷിക്കാനും സേഫായിട്ട് വെക്കാനും. അതുപോലെ തന്നെ ജ്വല്ലറി ആണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു കമ്മൽ അല്ലെങ്കിൽ ഒരു മാല, അതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് മാത്രം മതി അല്ലേ. അപ്പോൾ അത് നമ്മളെപ്പോഴും നോക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് സ്മോൾ, എപ്പോഴും നമുക്ക് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അതിൽ നിന്ന് നമുക്ക് പിന്നെ ഗ്രോ ചെയ്ത് പോകാൻ ടൈപ്പുള്ള ബിസിനസ് നോക്കുക. അതായത് ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് മോഡൽ ആദ്യം ചൂസ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എമൗണ്ട് ഉണ്ട്, ഫിനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്യാൻ ഓൾറെഡി എമൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ലോ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽ, അതായത് ഇപ്പോൾ ജ്വല്ലറിയൊക്കെ നമുക്ക് 3000 അല്ലെങ്കിൽ ഒരു 5 to 10,000 അത് എന്തായാലും നമ്മൾ ഹോൾസെയിലേഴ്സിനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷേ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു വെഡിങ് ലെഹങ്കയുടെ ഒരു ബിസിനസ്സാണ് തുടങ്ങുന്നതെന്ന് വെച്ചോ, അപ്പോൾ ഒരൊറ്റ പീസ് ലെഹങ്കയ്ക്ക് തന്നെ 10,000 വേണ്ടി വരും, മനസ്സിലായോ. അപ്പം നമുക്ക് എത്ര എണ്ണം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും, മനസ്സിലായോ. അതിന് ഭയങ്കര എമൗണ്ട് വേണ്ടി വരും. ഇപ്പം നമ്മൾ റെഡിമെയ്ഡ് ലെഹങ്കയാന്ന് വെച്ചോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പം നമുക്ക് ഒരു പീസ് വാങ്ങിക്കാൻ തന്നെ 10,000 വേണ്ടി വരും, മനസ്സിലായോ, നമ്മുടെ കോസ്റ്റ് പ്രൈസ്. അപ്പം മിക്കതും ആ ഒരു റേഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ അതും അറിയണം.
അതായത് നമുക്കിപ്പം എമൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പതുക്കെ തുടങ്ങിയിട്ട് പിന്നീട് നമുക്ക് അത് ഗ്രോത്തായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, ആ ഒരു ബിസിനസ് ഫ്ലെക്സിബിലിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസും കൂടെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം കിഡ്സൊക്കെ ഉള്ള മോംസ് ആണെങ്കിൽ വാവേനെ നോക്കണം, ഇപ്പം ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞതോ അല്ലെങ്കിൽ നഴ്സറി അല്ലെങ്കിൽ സ്കൂളിൽ പോവാത്ത വീട്ടിൽ അമ്മ തന്നെ നോക്കുന്നതാണെങ്കിൽ 24 hours അമ്മയുടെ കൂടെ ആയിരിക്കും അല്ലേ. അപ്പം ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ആരെങ്കിലും നോക്കുന്ന ആ ടൈമായിരിക്കും നമ്മുടെ ബിസിനസ്സിന് നോക്കാൻ ടൈം. അല്ല സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ആ ടൈം നിങ്ങൾക്ക് ടൈം ടേബിൾ നോക്കിയിട്ട് ഫ്ലെക്സിബിളായിട്ട് നോക്കാം. അപ്പം നമ്മുടെ വീട്ടിലെ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബിസിനസ് മോഡൽ നിങ്ങൾ ചൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഇപ്പോൾ 24 hours ഒരു മോം ബേബിയെ നോക്കുന്ന ന്യൂ ബോൺ ബേബി അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു 1 year old 2 year oldനെ നോക്കുന്ന ഒരു മോം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഫുള്ളി കസ്റ്റമർ വിളിക്കുമ്പം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കാണേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ ടൈപ്പ് ഓഫ് കോഴ്സ് അല്ലെങ്കിൽ ലൈവായിട്ട് നമ്മൾ പ്രസൻ്റ് ആവേണ്ട ടൈപ്പ് ഓഫ് ബിസിനസ് മോഡലാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം നിങ്ങളുടെ വീട്ടിലെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ ആ ഒരു ബിസിനസ് കൂടെ കൊണ്ടുവരാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് മോഡൽ ദാറ്റ് ക്യാൻ സ്കെയിൽ, പിന്നീട് നമുക്ക് വലുതായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മോഡൽസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നാളെ നമുക്ക് കൂടുതൽ ടൈമും അല്ലെങ്കിൽ എമൗണ്ടും മണിയും നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേക്കും അത് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മോഡൽസ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന ആൾക്കാർ വീട്ടിനടുത്തുള്ള ആൾക്കാരെ മാത്രമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എപ്പോഴും ഓൺലൈനും കൂടെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഇപ്പോൾ എല്ലാവരും ഓൺലൈനിൽ ആണ് എല്ലാ കാര്യങ്ങളും അവരുടെ വീട്ടിലിരുന്നുകൊണ്ടാണ് അവർ ഓർഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓൺലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ പ്രോഡക്റ്റ് ആണോ സർവീസ് ആണോ നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോഡക്റ്റ് മീൻസ് ലൈക്ക് ജ്വല്ലറി, ഹാൻഡ് ബാഗ്, ഡ്രസ്സസ്. സർവീസസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പോയി ചെയ്ത് കൊടുക്കേണ്ടി വരും, അതൊരു സർവീസാണ്. സോ നിങ്ങളൊരു പ്രോഡക്റ്റ് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മേക്കപ്പ്, ഒരു ലിപ്സ്റ്റിക്ക് പ്രോഡക്റ്റായിട്ടുള്ള കൊടുക്കുന്നത്, നിങ്ങളത് ഫുൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അവരെ ഒരുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് സർവീസ്. സോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് മോഡലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ഓൺലൈനായിട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സായിട്ട് കൊളാബ് ചെയ്യാം. അതായത് ബാർട്ട് കൊളാബുണ്ട്, പെയ്ഡ് കൊളാബുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പാക്കേജിങ് അതുപോലെ തന്നെ ഡെലിവറി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അത്രയും നല്ലത്. ഫോർ എക്സാമ്പിൾ ഒരു ജ്വല്ലറി നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയൊരു കാർട്ടൂൺ പോലത്തെ ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ബബിൾ റാപ്പിനകത്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഒരു ബീൻ ബാഗിനെ നമ്മൾ പാക്ക് ചെയ്യണമെങ്കിൽ അത്രയും പ്രോഡക്ട്സും അത്രയും വലിയ അതിനെ കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പാക്കേജിങ്ങും ഡെലിവറി വേണം അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുമോ എന്നൊക്കെയുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ഫേർണിച്ചറിൻ്റെ ഒരു ബിസിനസ്സാണെന്ന് വെച്ചോ, വീട്ടിൽ ഇരുന്ന് തുടങ്ങുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇഷ്ടം കാരണം. പക്ഷേ അത് നിങ്ങൾ പാക്ക് ചെയ്യാനും ഡെലിവറി ചെയ്യാനും, ഇപ്പോൾ ഒരു ചെയർ അല്ലെങ്കിൽ ഒരു ടേബിൾ, അത് പാക്ക് ചെയ്യാനും ഡെലിവറി ചെയ്യാനും ഉള്ള ഓപ്ഷൻസും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം അല്ലേ. അപ്പം അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ചെക്ക് പ്രോഫിറ്റ് മാർജിൻ ബിഫോർ സ്റ്റാർട്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ എല്ലാത്തിൻ്റെയും പ്രോഫിറ്റ് മാർജിനും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ ഈ ബിസിനസ്സിന് ചെറിയ പ്രോഫിറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെൻസിലാണ് നിങ്ങൾ സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം എമൗണ്ട് ഉണ്ട് നമുക്ക് ഇടാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ ഇപ്പോൾ നമുക്ക് ഒത്തിരി എമൗണ്ട് ഒരു ഡ്രസ്സിനോ അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള ജ്വല്ലറിക്കോ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്കൊരു സിമ്പിൾ നോട്ട്ബുക്കിനോ ഒരു പെൻസിലിനോ ഇടാൻ പറ്റത്തില്ല. സോ അതൊക്കെ നിങ്ങൾ ആലോചിക്കുക. അതുപോലെ തന്നെ ലീഗലി സിമ്പിൾ ഹോം ബിസിനസ് മോഡലാണെങ്കിൽ
നമുക്ക് അതിനനുസരിച്ച് ഒത്തിരി ഇപ്പം GST ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വേറെയും എന്താണ് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ലീഗൽ ഇതൊക്കെയുണ്ട്, ലീഗൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പം അതിൻ്റെ ആ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളത് യൂസ് ചെയ്യുക. അപ്പം ശരിക്കും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് എസ്പെഷ്യലി നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് GST വേണം എന്നാണ്. അപ്പോൾ അത് നമ്മുടെ CA അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും അക്കൗണ്ടൻറ്റിനെ അറിയാമെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുക, അവർ പറഞ്ഞുതരും സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സ് BCom അല്ലെങ്കിൽ MCom ഒക്കെ ചെയ്ത കോളേജിലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് മാനേജബിൾ ആയിരിക്കണം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വരിക, അപ്പം നമ്മൾ വീട്ടിലോട്ട് വരാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കുട്ടികളെ നോക്കാനൊക്കെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കൂടെ കുട്ടീനെ വെച്ചിട്ട് ഓർഡർ എടുക്കാനും കാര്യങ്ങൾ വർക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പം അതിനെപ്പറ്റി നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് ആ ഒരു ഓർഡർ എടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് മോഡൽ നിങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റിസർച്ച് കോമ്പറ്റീഷൻ നിഷ്, അതായത് നിങ്ങളുടെ ആ ഒരു നിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫീൽഡ്, ആ ഒരു ഫീൽഡിലെ കോമ്പറ്റീഷൻ നിങ്ങൾ നോക്കുക. അതായത് ഇപ്പം നിങ്ങൾ സെല് ചെയ്യുന്നത് ഒരു കുർത്തിയാണെങ്കിൽ സെയിം കുർത്തി ഓൾറെഡി ഇവിടെ നിങ്ങൾ ഇപ്പം നാട്ടിൽ ഓൾറെഡി ഭയങ്കര പോപ്പുലറാണ്, അല്ലെങ്കിൽ എല്ലാവരും കാണുന്നതാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുർത്തി സ്റ്റൈൽ നിങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ കുറച്ചും കൂടെ യുണീക്കായിട്ട് നിങ്ങൾക്ക് നിൽക്കാനും ആ ഒരു കസ്റ്റമറിനെ ഫോളോവേഴ്സിനോട്ടാക്കി ഓർഡേഴ്സ് ആക്കാനും നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് മോഡൽ ചൂസ് ചെയ്യേണ്ട നിങ്ങളുടെ സ്കിൽസ് ഓവർ ടൈം പഠിച്ച് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് മോഡലും കൂടെ ചൂസ് ചെയ്താൽ അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ടേം ട്രെൻഡ് ബേസ്ഡ് ബിസിനസ് നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ കളർ പാൻസ്, നമ്മുടെ കുറച്ച് നാൾ മുന്നേ കുറേ കളേർഡ് പാൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് മഞ്ഞ, ഓറഞ്ച്, വയലറ്റ്, പച്ച, അപ്പം അങ്ങനത്തെ, അതായത് ജീൻസിന് പകരമായിട്ട് അത് ആ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പിന്നെ അതൊരു ആ ഫാഷനെ മാറിപ്പോയി. അപ്പം നിങ്ങൾ ആ ടൈപ്പ് ഒരു ബിസിനസ്സാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ലോങ് ടേം ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ട്രെൻഡേ മാറുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് അത് ബുദ്ധിമുട്ട് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഷോർട്ട് ടേം ട്രെൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ചെയ്യാതെ കുറച്ച് ലോങ് ടേം സസ്റ്റൈനബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഐഡിയാസ് എപ്പോഴും മനസ്സിൽ ഓർക്കുക. അതുപോലെ തന്നെ നമുക്ക് കോൺഫിഡൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഇന്നർ വെയറിൻ്റെ ബ്രാൻഡാണെന്ന് വെച്ചോ ചൂസ് ചെയ്യുന്നത്, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, സൈസ്, മെഷർമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയലിനെ പറ്റി നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം. അതായത് ഇപ്പം നിങ്ങൾ ഇന്നർ വെയറിൻ്റെ ബ്രാൻഡ് തുടങ്ങി, പക്ഷേ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഫോട്ടോസ് ഇടാനും ബുദ്ധിമുട്ടാണ്, കാണിക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫ്ലാറ്റ്ലി ആയിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ മാത്രം ഇന്നോവേഴ്സിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ആരും വാങ്ങിക്കാൻ പോകുന്നില്ല. സോ നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ തന്നെ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മൾ ക്യാമറയുടെ മുന്നിൽ വന്ന് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആൾക്കാരോട് ചോദിക്കുമ്പം എല്ലാം പറയാൻ പറ്റണം. സോ നിങ്ങൾക്കത് പറയാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റായിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് മോഡൽ നമ്മുടെ ഗോളും പേർപ്പസും വേണ്ടി അലൈൻ ചെയ്യുന്നതായിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചൂസ് ചെയ്തു, പക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു വെജിറ്റേറിയനാണ്, പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ചിക്കൻ്റെ ഒരു സാൻഡ്വിച്ച് സെല് ചെയ്യാനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് അത് എല്ലാവരും ചിക്കൻ കൂടുതലും ആൾക്കാർ നോൺ വെജ് കഴിക്കുന്നതാണ്, അപ്പോൾ അത് സെല്ലാവും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും,
വെജിന് പകരം നോൺ വെജിൻ്റെ സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനും ഉള്ള രീതികളിലോട്ട് നിങ്ങൾ പോകും. അപ്പം നിങ്ങളുടെ ഗോളും നിങ്ങളുടെ പർപ്പസിനും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഒരു അലൈൻ ചെയ്യാത്തൊരു ബിസിനസ് മോഡൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു 1-2 വട്ടം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ചിക്കൻ എടുക്കാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നിങ്ങൾക്ക് ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. സോ എപ്പോഴും നമ്മുടെ ഗോളിനും പേഴ്സണൽ പർപ്പസിനും എല്ലാം അലൈൻ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ. ഇപ്പം നിങ്ങൾ വെജ് ആണെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻ റിലേറ്റഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെജിൻ്റെ എന്തെങ്കിലും പിക്കിൾസോ അല്ലെങ്കിൽ വെജ് സാൻഡ്വിച്ചസോ സലാഡ്സോ നിങ്ങൾക്ക് സെല് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസും കൂടെ നോക്കിയിട്ട് വേണം നമ്മളൊരു ബിസിനസ് മോഡൽ ചൂസ് ചെയ്യാനായിട്ട്. അപ്പം അതായിരുന്നു ഇന്നത്തെ ഡേ 8ൻ്റെ ചൂസിങ് ദ റൈറ്റ് ബിസിനസ് മോഡൽ ഫ്രം ഹോം ബേസ്ഡ് ഓൺടർപ്രണേഴ്സ്. അപ്പോൾ ഈ ഒരു ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ക്ലോസ് ആയിട്ടുള്ളവർക്ക്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊരു പേജുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ 1000 മിസ്റ്റേക്സും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ 1000 മിസ്റ്റേക്സിൻ്റെ PDF വേണമെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് DM ചെയ്താൽ മതി. Until then, bye.